തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ ഉള്ളൂർ കൊട്ടാരം സ്കൂളിൽ വോട്ട് ചെയ്തു. കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ബാംഗ്ലൂരിൽ ആയതിനാൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ ആയില്ല. സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും രാവിലെ തന്നെ അതത് ബൂത്തുകളിലെത്തി സമ്മതിദാനം രേഖപ്പെടുത്തി. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്നും ഉള്ളൂർ കൊട്ടാരം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ പ്രതികരിച്ചു. ആറ്റിങ്ങലിലെ ജനങ്ങളും രാജ്യം മുഴുവൻ എടുത്തിട്ടുള്ള തീരുമാനത്തോടൊപ്പം നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2014 മുൻപ് കേരളത്തിന് ലഭിച്ചിരുന്ന വിവിധ ക്ഷേമ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വോട്ടെടുപ്പിൽ പങ്കെടുക്കുമ്പോൾ ആ കാര്യവും അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതിനു പുറമെ കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരായിട്ട് വിധിയെഴുതാനുള്ള അവസരമായിട്ട് കൂടി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണും എന്നെനിക്ക് ഉറപ്പുണ്ട്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ബാംഗ്ലൂർ ആയതിനാൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. തലസ്ഥാനത്തിന്റെ പുതിയ അധ്യായത്തിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. നമുക്ക് എത്രയോ കൊല്ലം ഇവിടെ പണി ഒന്നും നടക്കുന്നില്ല, കാര്യമൊന്നും നടക്കുന്നില്ല. അതിനെ ഒന്ന് മാറ്റാനും മുമ്പോട്ട് ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനാണ് ഞാൻ ഈ ഇലക്ഷന് കാണുന്നത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ഫോർട്ട് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. LDFും UDFും എന്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തില്ല? അവർ ദുർബലമായ മതവികാരം ഇളക്കിവിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം അരക്ഷിതാവസ്ഥയിലാണ്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രണ്ടാംകിട പൗരന്മാരാണ് എന്നെല്ലാം പറഞ്ഞ് ഭീതി ജനിപ്പിച്ച് മതപരമായ ചേരിതിരിവുകൾ ഉണ്ടാക്കി മുതലെടുപ്പ് നടത്താനാണ് അവർ ശ്രമിച്ചത്. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കാട്ടാക്കട കുളത്തുമ്മൽ HSSൽ വോട്ട് രേഖപ്പെടുത്തി. 400 സീറ്റ് അധികം നേടി ശ്രീമാൻ നരേന്ദ്രമോദി മൂന്നാമതും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകസഭയ്ക്കകത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൈപൊക്കാനും കൈകോർക്കാനും കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ തിരുവനന്തപുരം ജവഹർ LPS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് ചെയ്തു, നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എതിരാളികൾ ഭയങ്കര ശക്തനാണെന്ന് തോന്നുന്നുണ്ടോ? അതിനേക്കാൾ ശക്തനാണ് നമ്മുടെ ആള്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 2009 മുതൽ ഞാൻ ചെയ്ത പോലെ എന്റെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിൽ ഞാൻ വോട്ട് ചെയ്തു. തൃശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ തിരുവനന്തപുരം ജവഹർ LPS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. 100% വിജയം UDFന് ഉറപ്പാണ്. കേരളത്തിലെ തൃശ്ശൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 20 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തോടെ UDF വിജയിക്കും. തൃശ്ശൂരിൽ UDFനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല, ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഇന്ന് തന്നെ കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല ക്യൂ ആണ്. അതെല്ലാം UDFന് തികച്ച അനുകൂലമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ UDF വിജയം ഉറപ്പിച്ചു. പ്രചാരണത്തിൽ കണ്ട ആവേശം പോളിംഗ് ദിനത്തിലും നേതാക്കളിൽ പ്രകടമായിരുന്നു. ജനം, തിരുവനന്തപുരം.